Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Hello. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? ഇല്ല, നോമ്പാണ് മിസ്. ഇല്ല മാം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം അല്ലേ? ഞാൻ എടുക്കുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതല്ലേ? നോമ്പായതുകൊണ്ട് പറ്റില്ല ma'am. ആ, നോമ്പാണല്ലേ? ഓക്കെ ഓക്കെ, മറന്നുപോയി ഞാൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ചെയ്തോളൂ കേട്ടോ. അഖില ചരാചര രക്ഷകദേവ അകമഴി ഞങ്ങളെ പാലിക്കദേവ അഴലാകെ നീക്കി അങ്ങാനന്ദമേകി സകല സൗഭാഗ്യങ്ങളെ ഗണം നിത്യം ക്രിസ്തുവും കൃഷ്ണനും അല്ലാഹു നീയേ നിസ്തൂല സ്നേഹനിലയും നീയേ ദൃഷ്ടിയും രക്ഷയും സംഹാരമേളം ഇഷ്ടപതിശാനിലീലാവിശേഷം അഖില ചരാചര രക്ഷകദേവ അകമഴി ഞങ്ങളെ പാലിക്കദേവ അഴലാകെ നീക്കി അങ്ങാനന്ദമേകി സകല സൗഭാഗ്യങ്ങൾ ഏകേണം നിത്യം സകല സൗഭാഗ്യങ്ങൾ ഏകേണം നിത്യം. ഓക്കെ, then sign in. Ma'am, ഞാനാണ് അഞ്ജലി. Okay. Good afternoon, all of you. Myself, Anjali. Today, I'm doing signing. I'm welcoming our faculty, ma'am, Ms. Ashwati, ma'am, and all my dear friends to the class of M21 batch. Thank you. Okay, thought of the day. Ma'am, ഞാനാണ് thought of the day പറയുന്നത്. എൻ്റെ പേര് റാഷിദ പർവീൻ. I'm sorry, ആദ്യം ഇന്നലെ ആയിരുന്നു എനിക്ക് thought of the day ഉണ്ടായിരുന്നത്. അത് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ക്ലാസ് കയറാൻ കഴിഞ്ഞില്ല. ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നാളെ മരിക്കാനിരിക്കുന്നവനെ പോലെ ജീവിക്കൂ, എന്നും പഠിക്കാനിരിക്കുന്നവനെ പോലെ പഠിക്കൂ. ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഈ വാക്കുകൾ നമ്മളോട് പറയുന്നത് ഓരോ ദിവസവും വിലപ്പെട്ടതാണ് എന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം മികച്ച രീതിയിൽ ഉപയോഗിക്കണം. പഠനം ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്രയാണ്. എല്ലായ്പ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം. താങ്ക് യു. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സ്റ്റോറി പറയാം, പാട്ട് പാടാം അല്ലെ. റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ? റെഡിയാണോ? സ്റ്റോറി പറയട്ടെ മാം. ആ, രമ്യ സ്റ്റോറി പറഞ്ഞോളൂ കേട്ടോ. ഒരു ഫോണിൽ കണ്ടിട്ടാ, എന്റെ കയ്യിൽ ബുക്സ് ഒന്നും ഇല്ല, ഞാൻ ഫോണിൽ സെർച്ച് ചെയ്തിട്ട് എടുത്താ. രമ്യയുടെ വീട് എവിടെയാ? സ്ഥലം? ഇത് കൊല്ലം. കൊല്ലമാണ്. കൊല്ലത്ത് എവിടെയാ? കൊല്ലം കേരളപുരം. കേരളപുരം. എന്റെ മക്കളൊക്കെ വലുതാ മിസ് മാം. അതെ അല്ലേ, വലുതാണല്ലേ? വലിയ കുട്ടികളാ. മൂത്താള് 10th-ലും ഇളയാൾ 8th-ലോ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ PSC-ക്ക് വർക്ക് ചെയ്തിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, ലിസ്റ്റിലുണ്ടായിട്ടും ജോലിയൊന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഇത് മോണ്ടിസോറിക്ക് ചേർന്നത്. അപ്പൊ ഇപ്പൊ അത് ഉപേക്ഷിക്കുവാണോ? PSC ഉപേക്ഷിക്കുവാണോ? അതെ അതെ. ഏജ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഏജ് ഞാൻ ജനറൽ, അപ്പൊ 36 വരെയല്ലേ പറ്റത്തുള്ളൂ. 36 ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സ്റ്റോറി പറഞ്ഞോളൂ.
The clever little rabbit. Once upon a time, in a green forest, a little rabbit saw a hungry fox. The fox said, "I am going to eat you for lunch." But the clever rabbit smiled and said, "Wait, there is a bigger, tastier rabbit behind that tree." The fox ran quickly to find the big rabbit. There was no rabbit. The clever little rabbit hopped away and was safe. The moral of the story is smart thinking can save the day. Thank you. നന്നായിരുന്നു കേട്ടോ. GK ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? GK ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ. വേൾഡ് ഫുഡ് ഡേ October 16, മാം. ശരിയാണ്. നെക്സ്റ്റ് ചോദിക്കട്ടെ? പേര് ഒരു സെക്കൻഡ് കേട്ടോ. മെർലിൻ എന്നാണോ പേര്? മെർലെ അതും തന്നെ മാം ഞാൻ ഓർത്തിരിക്കുന്നത്. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് October 16, അതാണ് ഞാൻ ഓർത്തിരുന്നത്. ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇൻ ദ ഹ്യൂമൻ ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോളൂ കേട്ടോ. ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇൻ ദ ഹ്യൂമൻ ബോഡി. കറക്റ്റാ. നെക്സ്റ്റ് ചോദിക്കട്ടെ? വേൾഡ് ഹെൽത്ത് ഡേ. April 7. കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ചോദിക്കട്ടെ? ദ മലയാളി ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. കറക്റ്റ്. വേൾഡ് വാട്ടർ ഡേ. March 22. മാർച്ച് 22. കറക്റ്റ് ആണ്. ആസിഡ് പ്രസന്റ് ഇൻ ഹ്യൂമൻ സ്റ്റൊമക്. Hydrochloric acid. കറക്റ്റ് ആണ്. നോർമൽ ബോഡി ടെമ്പറേച്ചർ. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. എത്ര? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. 37 ആണ് കറക്റ്റ് ആൻസർ. 37 ആണ്. Degree Celsius. Fahrenheit ആകുമ്പോൾ 96. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. 37 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ 37. അതെ. ഫാരൻഹീറ്റ് വരുമ്പോൾ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. കഴിഞ്ഞു മാം. കഴിഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. നന്നായിരുന്നു. ഇങ്ങനെയുള്ള ചോദിച്ചോളൂ. സ്വന്തമായി കസേരയുള്ള മാൻ. ചെയർമാൻ. യാത്ര ചെയ്യാൻ പറ്റാത്ത ബസ്. സിലബസ്. സിലബസ് അല്ലേ? യാത്ര ചെയ്യാൻ പറ്റാത്ത ബസ്. പോയോ വിദ്യ? ഇല്ല അതടക്ക് ചോദിച്ചോളൂ. ആരും കൂട്ടാത്ത കറി. ബേക്കറിയാണോ? കറക്റ്റ്. എല്ലാരും ബഹുമാനിക്കുന്ന തല. എല്ലാവരെയും ബഹുമാനിക്കുന്ന തല അല്ലേ? ചെന്നിത്തലയാണോ? അല്ല. എല്ലാവരും വളരെ ബഹുമാനിക്കും.
കലയുടെ തല തല കലയാണോ? 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 ചുമതല കലയാണ് കേട്ടോ. ലോകത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി. റിപ്പീറ്റ് ചെയ്യാവോ? ഒന്നുകൂടെ പറയോ? ലോകത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി. ക്വസ്റ്റ്യൻ വ്യക്തമായില്ലല്ലോ. മനസ്സിലായില്ലേ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഹരി എന്നാണോ പറഞ്ഞത്? ആ, ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി എന്നോ അങ്ങനെ എന്തോടെ പറഞ്ഞെന്നോ? ആ അതെ അതെ ഹരി. ലോകത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി. ഓഹരിയാണോ? ആ കറക്റ്റ്. ഓഹരി. 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 ഏറ്റവും കൂടുതൽ സംശയമുള്ള മനസ്സിലായില്ല വിദ്യ, ഒന്നും കൂടി പറയാമോ? വിദ്യ പോയോ? മാം ഇത് ഇടക്കിടക്ക് ഇന്നത്തെ ദിവസം മാത്രമാണ് ഇങ്ങനെ ഇടക്കിടക്ക് കട്ടായി തോന്നുന്നു. അതെല്ലേ. അലോ ചെയ്യണോ വേണ്ടെന്നുള്ളത് ഞാൻ അലോ കൊടുത്തു. വിദ്യ ഓക്കെ. വിദ്യ വരുമോ നോക്കാം നമുക്ക്. വേറെ ആരാണ്? ആ വിദ്യ വന്നോ? ഓക്കെ ആണോ? ഇത് ഇടക്കിടക്ക് കട്ടായി പോകുന്നുണ്ട്. നെറ്റിന്റെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല നെറ്റിന്റെ ഇഷ്യൂ ഇല്ല. ഇന്നിപ്പോ ഗൂഗിൾ മീറ്റ് എടുത്ത സമയത്ത് ഒരു ഓപ്ഷൻ വന്നായിരുന്നു. അപ്പൊ ഞാൻ അലോ കൊടുത്തായിരുന്നു. അതെല്ലേ. ചോദിച്ചോളൂ, നോക്കാം നമുക്ക്. ഇനിയുണ്ടോ? കയറാൻ പറ്റാത്ത വിദ്യക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, പോവാണ്. ലെഫ്റ്റ് ആയി വിദ്യ, ലെഫ്റ്റ് ആയി. ഇല്ല അത് ഇടക്കിടക്ക് ഇങ്ങനെ പോണായിരുന്നു. വിദ്യ ഫുൾ ഓഫ് ആക്കിയിട്ട് ഒന്ന് ഫസ്റ്റ് കേറിയൊക്കെ. ലെഫ്റ്റ് ആയിട്ടൊന്ന് റീജോയിൻ ചെയ്തേ. ആ ചെയ്തു. ഹലോ. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ചെയ്തോളാം. നമുക്ക് ഇടക്കിടക്ക് കട്ടാവുന്നുണ്ട്, എന്താന്നറിയില്ല. നോക്കാം. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ ഇടക്കിടക്ക് ഇടക്കിടക്ക് കട്ടാവുകയാണ്. ഓക്കെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാനൊരു ജികെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നേ ഉള്ളൂ. ലോക വനിതാ ദിനം മാർച്ച് 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 8. മാർച്ചാണ്. മാർച്ച് 8. മാർച്ച് 8. ഓക്കെ. ഇനി ആരാണ്? പാട്ട് പാടാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പാട്ട് പാടാം. എന്താ ക്ലിയർ അല്ല മെർലി. ഒരു റൈമ് പാടട്ടെ. ആ റൈമ് പാടിക്കോളൂ, ചെയ്തോളൂ. The wheels on the bus go round and round, round and round. The wheels on the bus go round and round, all through the town,
The doors on the bus go open and shut, open and shut. The doors on the bus go open and shut all through the town. The wipers on the bus go sit, 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 sit. The wipers on the bus go sit, sit, sit all through the town. The singers on the bus go bling, 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 bling. The singers on the bus go bling, bling, bling all through the town. The horn on the bus go beep, 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 beep. The horn on the bus go beep, beep, beep all through the town. The motor on the bus go vroom, 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 vroom. The motor on the bus go vroom, vroom, vroom all through the town. The people on the bus go up and down, up and down. The people on the bus go up and down all through the town. Thank you. Very good. Then ഇനി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഞാനൊരു റൈം പറയാം മിസ്. മോന്റെ ടെക്സ്റ്റിൽ കിടന്നാണേ. ഓക്കെ, ചെയ്തോളൂ. ABCD അടിപിടി കൂടി, EFGH അതിനോട് കൂടി, IJKL അത് കണ്ടെത്തി, MNOP അമ്മയോടൂതി, QRST അച്ഛനതറിഞ്ഞു, UVW വടിയുമെടുത്തു, XYZ അടിയോടടിയായി. Okay, very good. Then ഇനി ആരാ? മിസ് ഹലോ. നീനു മനീഷ്. ഹെൽത്തിന്റെ ഒക്കെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ചെറിയൊരു ഷോർട്ട് സ്പീച്ച് ഞാൻ പറയാം. Good afternoon, everyone. Today I will speak on health. Health is a real wealth. A healthy body gives us energy. We can study and learn better. Good food keeps us strong. Exercise makes us fit. Bad habits harm our health. We must stay clean and active. Health is wealth for all. Thank you. Very good. Then next one. മിസ്സേ, ഞാനൊരു GK ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യയുടെ തലസ്ഥാനം? ന്യൂഡൽഹി. ന്യൂഡൽഹി. ഡൽഹി. ഒരെണ്ണം കൂടെ ചോദിക്കട്ടെ. ചോദിക്കുവാണേ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? എന്തോ? ഇടുക്കിയാണോ? അതെ അതെ ഇടുക്കി. അതെ അതെ അതെ. സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ല? എന്തെന്ന്? അതെ, സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ല? ഇടുക്കി. വയനാടാണോ? ഇടുക്കി. ഇത് ശരിയാ. ഓക്കെ, താങ്ക് യു. Very good. ഹസ്ന ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ഹസ്ന CS. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചെറിയൊരു മെസ്സേജ് പറയാൻ ആഗ്രഹിക്കണ്ടേ. ഓക്കെ. Life is hard, but it can also be beautiful. So focus on the little things that bring you joy, and you will attract more sunshine into your life. Thank you. Okay, very good. Then next one. ഇനി ആരാണ് ചെയ്യുന്നത്?
പാട്ട് പാടിയില്ല കേട്ടോ ആരും. പാട്ട് പാടാൻ പറഞ്ഞിട്ട് ഒരു റൈം പാടാ ഞാൻ. വാഷിംഗ് ഹാൻഡ്സിനെ പറ്റിയാണ്. ടോപ്സ് ആൻഡ് ബോട്ടംസ് ഇൻ ബിറ്റ്വീൻ scrub them till they are clean. ഒരു കടലുണ്ട്. 12 നൂലുമ്മ ചരടുമ്മ കറങ്ങിക്കൊണ്ടിരിക്കുന്ന തൃക്കുതിര. എന്തെന്നാ? മിഷൻ, തയ്യൽ മിഷൻ. യെസ്. അപ്പൊ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് കൂടുതൽ എൻഗേജിങ് ആക്കാൻ പറ്റും, കൂടുതൽ എന്താ പറയാ ആക്റ്റീവായിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, ബോറടിക്കാതെ ഇരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരില്ലേ എല്ലാ ക്ലാസ്സിലും? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അല്ലെ. നമ്മൾ ഇന്നലെ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങി നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇന്നലെ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ തീർന്നിട്ടില്ല. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് വെൽനെസിനെ കുറിച്ചിട്ടാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാല് നമുക്ക് ക്ഷീണമൊന്നും ഇല്ലാതെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഫിസിക്കൽ വെൽനെസ് ഇസ് ദ എബിലിറ്റി ടു ബ്രിങ് ഔട്ട് ഡെയിലി ടാസ്ക് വിത്ത് vigor, alertness without undue weakness. It is also means having ample energy to engage in leisure time activities and to handle the stress encountered in emergency situation. ഫിസിക്കൽ വെൽനസ് എന്ന് പറയുന്നത് നമുക്ക് ക്ഷീണങ്ങളോ അല്ലെങ്കിൽ ടയർഡ്നെസ്സോ വീക്ക്നെസ്സോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ ഡെയിലി ടാസ്കുകൾ ചെയ്തു തീർക്കാനുള്ള ഒരു എബിലിറ്റിയാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോ വീട്ടില് ജോലികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണമോ അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ടയർഡ്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ആ ജോലി ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയാം. അങ്ങനെയാണോ എല്ലാവരും? അല്ല, പെട്ടെന്ന് ക്ഷീണിതമാകാറുണ്ടല്ലേ? ക്ഷീണം വരാറുണ്ടോ? അങ്ങനെ പറയാം. ഒരു ദിവസം ഒക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം എന്താണ്? ഒരു ദിവസം ഒക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം ഡൗൺ ആയിരിക്കും. പിറ്റേ ദിവസം ഡൗൺ ആയിരിക്കും അല്ലെ. ഇപ്പോ നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടി ജോലി ചെയ്യണമെന്ന് വിചാരിക്കുക, ആരാണ് പെട്ടെന്ന് ക്ഷീണിക്കുക? പക്ഷെ അതമ്മയായിരിക്കും. അമ്മയാണോ ക്ഷീണിക്കുന്നത്? നിങ്ങളാണോ ക്ഷീണിക്കുന്നത്? അമ്മയാണ് ക്ഷീണിക്കുന്നത്. പറഞ്ഞത്. അപ്പൊ എത്രത്തോളം ഉണ്ട് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്? അവരെക്കാളും കുറവാണല്ലേ? വളരെ കുറവാണ് അല്ലെ. കാരണം നമ്മുടെ ശരീരം അധികം പണിയെടുക്കുന്നില്ല അല്ലെ, അതല്ലേ? മുമ്പേ തുടങ്ങി എന്താ പറയാ വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നല്ല കംഫർട്ട് സോണിലാണ് നമ്മുടെ ബോഡീനെ നമ്മൾ എപ്പോഴും നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം പണിയെടുക്കാനായിട്ട് അതിന് ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ അത് ചെയ്ത് ശീലിച്ചവരാണെങ്കിൽ ആ ബോഡി അതുമായിട്ട് അഡാപ്റ്റഡ് ആവും. ഓക്കെ, ഇപ്പൊ കൃഷി ചെയ്യുന്ന ഒരാള് എപ്പോഴും കൃഷി സ്ഥലത്ത് പോയിട്ട് അധ്വാനിക്കുവാണ്. അപ്പോ ആ ഒരു അയാളുടെ ബോഡി ആ ഒരു ജോലിയുമായിട്ട് എന്താവുകയാണ്, അഡാപ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അയാൾക്ക് എത്ര ജോലി എടുത്താലും ചിലപ്പോൾ ക്ഷീണം വരില്ല. പക്ഷെ ആ സമയത്ത് നമ്മളാണ് ആ കൃഷി സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ കുഴഞ്ഞു വീഴും അല്ലെ. അങ്ങനെയാണോ? കാരണം എന്താ, നമ്മൾക്ക് ആ ജോലി പരിചയമില്ല. അങ്ങനെയാണ്. അപ്പൊ നമ്മൾക്ക് ഫിസിക്കലി ഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കൊരു ജോലി, നമുക്ക് ഡെയിലി ടാസ്കുകൾ, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾക്ക് അതിനുള്ള എനർജി കിട്ടുന്നുണ്ടോ? നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ ആയിട്ട് പറ്റുന്നുണ്ടോ? നമ്മുടെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഇതൊക്കെ എന്താണ്, ഫിസിക്കൽ ഫിറ്റ്നസുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, മനസ്സിലായോ?
മനസ്സിലായി. ഓക്കെ. മാം അതിനകത്ത് മെയിൻ പോയിന്റ് ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ, നമ്മളത് പഠിക്കണ്ടേ? അങ്ങനത്തെ ഞാൻ പറഞ്ഞുതരാം. നമുക്കത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, വരാം. ഓക്കെ. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾക്ക് ഡെയിലി ഉള്ള ആക്ടിവിറ്റീസ്, ഡെയിലി ടാസ്കുകൾ ക്ഷീണമില്ലാതെ ഉത്സാഹത്തോടെയും അതുപോലെ തന്നെ നമ്മുടെ നല്ല സ്ട്രെങ്ത് അല്ലെങ്കിൽ ശക്തിയോട് കൂടി ചെയ്യാനുള്ള കഴിവിനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ഡെയിലി ടാസ്കുകള് ക്ഷീണമില്ലാത്ത അവസ്ഥയോടുകൂടി അല്ലെങ്കിൽ ഉത്സാഹത്തോടുകൂടി ശക്തിയോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാവരും ഫിസിക്കലി ഫിറ്റ് ആണോ? ഫിസിക്കൽ ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം അല്ലെ, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാം അല്ലെ, ആക്ടിവിറ്റീസിൽ ഏർപ്പെടാം, നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ്, ഇൻട്രസ്റ്റ് അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് വെൽനസ് ആണ്. വെൽനസ് എന്താണ് നമുക്കൊന്ന് നോക്കാം. വെൽനസ് is a condition that characterizes a state of positive health in the individual's complete biological and psychological well-being as decorated by quality of life and a sense of well-being. Okay. അതായത് വെൽനസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരവും മനസ്സും മുഴുവൻ നല്ല രീതിയിലുള്ള ഒരു അവസ്ഥയെയാണ് വെൽനസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ ശരീരവും നമ്മുടെ ബോഡി അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ്, ഇത് രണ്ടും ഒരേപോലെ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും നല്ല കണ്ടീഷനിലാണോ, അതിനെയാണ് വെൽനസ് എന്ന് പറയാനായിട്ട് പറ്റുക. ഓക്കെ, നമുക്ക് ഈ സോഷ്യൽ വെൽബീയിങ് അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സില് ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ നമുക്ക് പറഞ്ഞു പോകാവുന്ന ഒരു കാര്യമാണ്, ഈ വെൽനസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറഞ്ഞു പോകാവുന്ന ഒരു കാര്യമാണ് സോഷ്യൽ വെൽബീയിങ്.
നമ്മുടെ ഹെൽത്ത് നമ്മൾ എത്രത്തോളം പ്രാധാന്യമുള്ളതോ പോലെ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമ്മുടെ മെന്റൽ ഹെൽത്തിന് നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതേപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് സോഷ്യൽ വെൽബീയിങ് അല്ലെങ്കിൽ വെൽനെസ് എന്ന് പറയുന്നത്. എന്താണ് ഈ സോഷ്യൽ വെൽബീയിങ്? മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? മനസ്സിന്റെ ആരോഗ്യം എന്നല്ല, ഓർക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്? ഓർക്കുന്നുണ്ടല്ലേ? ഓക്കെ. പിന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതുപോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് ഈ സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഈ സോഷ്യൽ വെൽബീയിങ് അല്ലെങ്കിൽ സോഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് ഈ സോഷ്യൽ വെൽബീയിങ്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയില് കാര്യമായിട്ട് പരിഗണിക്കപ്പെടാതെ പോകുന്നവരുണ്ട് അല്ലെ? ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും, അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ? എല്ലാവരും ഫാമിലിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളല്ലേ? ആണോ? ആണ്. പക്ഷെ നമുക്ക് അത്രയും പരിഗണന, അതായത് നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു 10% എങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. 10% തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ നല്ലത്. ഓക്കെ. അപ്പൊ ഇത്തരത്തില് നമ്മുടെ സൊസൈറ്റിയില് കാര്യമായിട്ട് പരിഗണിക്കപ്പെടാതെ പോകുന്നവരുണ്ട്. അവര് നമുക്ക് വെല്ലാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ ചില മനുഷ്യരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവർക്ക് ചിലപ്പോ നല്ല രീതിയിൽ പഠിച്ച് റാങ്ക് കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കാം, നല്ല ജോലി ചെയ്യുന്ന, വളരെ നല്ല കമ്പനിയിൽ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം, വലിയ വീടുണ്ടായിരിക്കാം, അതുപോലെ തന്നെ കാർ ഉണ്ടായിരിക്കാം, ക്യാഷ് ഉണ്ടായിരിക്കാം കയ്യില്. പക്ഷെ അവർക്ക് മനസ്സമാധാനം ഉണ്ടാവണമെന്നില്ല. ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ മനസ്സമാധാനവും ഇല്ല. നമുക്ക് വെല്ലാണെന്ന് പറയാനായിട്ട് സാധിക്കുമോ? പറ്റുകയില്ല. ഈ അടുത്ത് ഒരു ഇഷ്യൂ, നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ സൂസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ കുറേയധികം ചർച്ചകളും വാദങ്ങളും ഒക്കെ അതിനെ തുടർന്ന് നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. എന്തുകൊണ്ടാണ് മരിച്ചത്? പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത്രയും അധികം അത്യാഡംബരത്തോട് ജീവിച്ചൊരു വ്യക്തി വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ എന്തുകൊണ്ട് സൂസൈഡ് ചെയ്തു? എന്താണ് കാരണം? എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അദ്ദേഹത്തിന് അല്ലെ? അതായത് സമൂഹത്തിൽ നല്ല നിലയുണ്ട് അല്ലെ? നല്ല രീതിയിൽ പരിഗണന ലഭിക്കുന്നുണ്ട്, ക്യാഷ് ഉണ്ട്, വീടുണ്ട്, കമ്പനികളുണ്ട്, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും അദ്ദേഹത്തിന് ധാരാളം കണക്ഷൻസും റിലേഷൻസും ഒക്കെ ഉണ്ട്. ഓക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പൊ ഇത് നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. റാങ്ക് ഉണ്ടായിട്ടും, ജോലി ഉണ്ടായിട്ടും, വീടുണ്ടായിട്ടും, ക്യാഷ് ഉണ്ടായിട്ടും ഒന്നും കാര്യമില്ല. മനസമാധാനം നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വെല്ലാണെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഇത്തരത്തിൽ എന്തെങ്കിലും സോഷ്യൽ ഇന്ററാക്ഷന്റെ കുറവ് മൂലമായിരിക്കാം അല്ലെ? സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ എല്ലാത്തരം സുഖ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ സമൂഹവുമായിട്ട് ഇന്ററാക്റ്റഡ് അല്ല. എപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവര് ചില വ്യക്തികൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ചുറ്റിലും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ ആളുകളോട് മിണ്ടില്ല. എപ്പോഴും ഉൾവലിഞ്ഞായിരിക്കും ജീവിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള ജീവിതം ഇല്ലാത്തവര്, അപ്പൊ ഇത്തരക്കാർക്കാണ് നേരത്തെ അവര് മരിച്ചു പോകുന്നതും നേരത്തെ നര വരുന്നതെന്ന് പറയാറുണ്ട്. ഓക്കെ. നേരത്തെ നര വരുന്നത് അങ്ങനെ പറയുന്നതാണ് കേട്ടോ. അത് ജനറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും നര വരുന്നതിന്. ഇപ്പൊ എല്ലാവർക്കും 30 കഴിയുമ്പോൾ നര വരുമല്ലോ. അത് ഇതായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണ്ട. എന്താ? എന്റെ കെട്ടിയുടെ മുടി നരച്ചിട്ടുണ്ട്. അതാ കൂടുതൽ മിണ്ടൂല. എന്നോടൊക്കെ പക്ഷെ കൂടുതൽ അങ്ങനെ ആരായിട്ടും മിണ്ടൂല. പോയി ചോദിക്കണ്ടോ, മിസ് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പഠിപ്പിച്ചു? ഞാൻ ചോദിക്കും, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പാവത്താനെ പോലെ ഇരിക്കണേന്ന് ഞാൻ ചോദിക്കും. അതെല്ലേ? അപ്പൊ അങ്ങനെ എന്താ ചെറുപ്പം മുതലേ അങ്ങനെയാണ്. കൂടുതൽ അങ്ങനെ ആരായിട്ടും മിണ്ടൊന്നുമില്ല. സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ ഇരിക്കും. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കും. വീട്ടിലെല്ലാവരോടും മിണ്ടും,
അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ പുറത്ത് അങ്ങനെ കൂടുതൽ ആരായിട്ടും മിണ്ടൂല, അങ്ങനൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണൊരു എന്താ പറയാ, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞു വരുന്നതാണ്. അതായത് ഇങ്ങനെയുള്ള ആളുകളാകുമ്പോൾ അവര് എന്താ പറയാ, നേരത്തെ അവർക്ക് നര വരുന്നു, പിന്നെ അധികകാലം അത് ആയുസ് ഉണ്ടാവില്ല എന്നുള്ള ഒരു പറച്ചിലാണ്. അത് നിങ്ങൾ കൂടെ, അത് സയന്റിഫിക് ആയിട്ടുള്ള തെളിയിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് ജസ്റ്റ് ഞാനിവിടെ പറഞ്ഞെന്ന് മാത്രം. പിന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അത് അവര് ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു, ഈ വെൽനെസ്സുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആരാണ് കൂടുതൽ കാലം ജീവിക്കുന്നത്? ഇപ്പൊ മനുഷ്യര് പല ടൈപ്പ് ആണല്ലോ. കുറച്ചു പേർക്ക് പണം ഉണ്ടാവും, കുറച്ചു പേര് സൊസൈറ്റിയിൽ വെൽ നോൺ ആയിട്ടുള്ള അറിയപ്പെടുന്ന ആളുകളായിരിക്കും, കുറച്ചു പേര് സാധാരണക്കാരായിരിക്കും, അല്ലെ? കുറച്ചു പേര് ദരിദ്രരായിരിക്കും. അങ്ങനെ പല ടൈപ്പ് കാറ്റഗറി ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ ഇവരിലൊക്കെ നോക്കുമ്പോൾ ആരാണ് കൂടുതൽ കാലം ജീവിക്കുന്നതെന്ന് അവരൊരു പഠനം നടത്തുന്നുണ്ടായി. അപ്പൊ അവരുടെ പഠനത്തില് അവര് ഫൈൻഡിങ്സിൽ എത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഫാമിലിയുമായും മക്കളുമായും ഫാമിലി മെമ്പേഴ്സുമായിട്ടും കൂടുതലായിട്ട് ആരാണോ മിങ്കിൾ ചെയ്യുന്നത് അവരാണ് കൂടുതൽ കാലം ജീവിക്കുന്നത്. അതാണ് അവരുടെ പഠനത്തിൽ കണ്ടെത്തിയത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല്, സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ഷൻ വേണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഫാമിലിയുമായിട്ട് നമ്മൾക്ക് ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം, അല്ലെ? ഫാമിലിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? ദർ ഹാപ്പി, അല്ലെ? അവര് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും, സന്തോഷമായിട്ടായിരിക്കും ഇരിക്കുന്നത്, അല്ലെ? ചില ആളുകൾ ഭയങ്കരമായിട്ടുള്ള തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാറുണ്ട്, കുറച്ച് സമയമെങ്കിലും അവർക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യും. യാത്രകൾ പോകുന്ന ആളുകളുണ്ട്. നമ്മുടെ സെലിബ്രിറ്റീസ് കണ്ടിട്ടില്ലേ? അവർക്ക് എപ്പോഴും തിരക്കാ, പക്ഷെ അവര് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാറില്ല ചില സമയത്തെങ്കിലും. നമ്മൾ ഫോട്ടോസ് ഒക്കെ കാണാറുണ്ട്, അല്ലെ? നമ്മുടെ ലാലേട്ടനൊക്കെ ടൂർ പോകുന്നത് കാണാറുണ്ട്, വൈഫിനെയും മക്കളെയും കൊണ്ടൊക്കെ, അല്ലെ? എന്തുകൊണ്ടാ? അവര് ഫാമിലിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സമയമെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി വെക്കുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടൂറ് പോകണം എന്ന് അല്ലട്ടോ ഞാൻ പറയുന്നേ. നമ്മള് ഫാമിലിയിൽ ഇരിക്കുന്ന, നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്തായാൽ പോലും നമ്മുടെ കുഞ്ഞു മക്കളും ഒത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവരോട് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഹാപ്പി ആവുന്നാ പറയുന്നത്. നമുക്ക് വല്ലാത്തൊരു റിലാക്സേഷൻ കിട്ടും എന്നാ പറയുന്നത്. അപ്പൊ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ അത് ശ്രദ്ധിക്കുക. പിന്നെ മക്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. മക്കൾക്ക് കുറെ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും, അല്ലെ? നിങ്ങളത് കേൾക്കാറുണ്ടോ, മക്കൾ പറയുന്ന കാര്യങ്ങള്? കേൾക്കാറുണ്ട്. രണ്ട് സമയത്താണ് അവർക്ക് നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാവുക. എപ്പോഴാണെന്ന് അറിയാമോ രണ്ട് ടൈം എന്ന് പറയുന്നേ? സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ടൈം. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ പറയാറുണ്ട്. ഓക്കെ, ശരിയാണ്. പിന്നെ അവര് നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും അവര് സങ്കടത്തിലിരിക്കുമ്പോഴും. ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും സങ്കടത്തിലിരിക്കുമ്പോഴും. ഓക്കെ, പിന്നെ രാത്രി കിടന്നുറങ്ങുമ്പോ രാത്രി പറയും, ഭക്ഷണം കഴിക്കുമ്പോൾ. രണ്ട് ടൈമാണ്. ഇത് പഠനത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട് ടൈം എന്ന് പറയുന്നത്, ഒന്ന് ഉറങ്ങാൻ നേരത്ത്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മള് അവരുടെ കൂടെ കിടക്കുന്നുണ്ടെങ്കിൽ ആ സമയം അവര് സ്കൂളിൽ നടത്തുന്ന സംഭവങ്ങളൊക്കെ ഓർത്തോർത്ത് പറയും. പക്ഷെ നമ്മൾക്ക് ഉറക്കം വരുന്നുണ്ടാവും, നമ്മൾ പറയും ഒന്നും മിണ്ടാണ്ടിരിക്കുമെന്ന് പറയും. എന്റെ മോനെ എന്നോട് അങ്ങനെയാണ് കേട്ടോ പറയുന്നത്, രാത്രിയാ പറയുന്നത്. രാത്രി ഉറങ്ങാൻ സമയം അടുത്ത് കിടക്കുവാണെങ്കിൽ പറയും, അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതുണ്ടായി, ഇത് ഉണ്ടായി എന്നൊക്കെ പറയും. അപ്പൊ ഹസ്ബൻഡ് പറയും, ഒന്ന് രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, എനിക്ക് കിടന്നുറങ്ങണം എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ, അവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങുള്ളൂ എന്ന് പറയും. കാരണം നമ്മളത് കേൾക്കുക എന്നുള്ളതാണ്. കുഞ്ഞിന് എന്താണോ നമ്മളോട് പറയാനുള്ളത് അത് മുഴുവനായിട്ട് കേൾക്കുക. ആ സമയത്താണ് അവർക്ക് ഓർമ്മയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് അന്നത്തെ ദിവസം എന്തൊക്കെ നടന്നോ സംഭവങ്ങൾ അതൊക്കെ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങും. അപ്പൊ അത് വ്യക്തമായിട്ട് കേൾക്കുക. വെറുതെ കേട്ടാ പോരട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാം. അതാണ് ഒരു ടൈം. പിന്നെ രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് കുഞ്ഞ് എണീക്കുന്ന സമയം, ബെഡിൽ നിന്ന് എണീറ്റ്, അതായത് നമ്മൾ അവരെ വിളിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് കുഞ്ഞ് ഉറക്കച്ചവടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കുഞ്ഞ് നമ്മളുടെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങൾ പറയും. അപ്പൊ ഈ രണ്ട് ടൈമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മളോട് കാര്യങ്ങൾ പറയാനുണ്ടാവുക. അപ്പൊ നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, നമ്മൾക്ക് ചിലപ്പോൾ ജോലി തിരക്ക്, അടുക്കളയിലെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും.
പക്ഷെ അതൊന്ന് കേൾക്കാനായിട്ട് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ കുഞ്ഞിനോട് പറയാം നമുക്കിപ്പൊ സമയമില്ല, കുറച്ച് സമയം കുഞ്ഞെ ഞാൻ നിന്നോട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിന്നോട് ചോദിക്കാം, അപ്പൊ അമ്മയോട് പറഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷെ അപ്പോഴത്തേനും കുഞ്ഞ് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയാണ്, അവർക്ക് ഓർമ്മയുള്ള സമയം നമ്മളോട് പറയാനായിട്ട് വരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കാം. ഓക്കെ, അപ്പോ നമ്മള് ഫാമിലിയുടെ കൂടെ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? സ്പെൻഡ് ചെയ്തിരിക്കണം. ഫാമിലിക്ക് വേണ്ടിയിട്ട് ടൈം നമ്മൾ മാറ്റി വെക്കണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, വെൽനസ് എന്നിവ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ വെല്ലാണെന്ന് പറയാനായിട്ട് പറ്റും. നമ്മൾക്ക് എന്താ പറയാ, നമ്മൾക്ക് കുറെ എന്താ പറയാ നല്ല രീതിയിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണ്. നമ്മളെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ ശരീരമൊക്കെ നല്ല ഭംഗിയാണ്, നമ്മളെ കാണാനും ഓക്കെയാണ്. നമുക്ക് നല്ല രീതിയിൽ എന്താ പറയാ, ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കുറ്റം പറയില്ല, പെർഫെക്റ്റ് ആണ് നമ്മള്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ വെല്ലാണ് നമ്മൾ പറയാനായിട്ട് പറ്റില്ല. പറ്റുമോ? കുറെ മസിലുള്ള ഒരാള്, അയാള് വെല്ലാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും അല്ലെ? ഓക്കെ, ഇനി അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത്, അതായത് നമ്മൾക്ക് ഈ ഒരു എന്താ പറയാ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആണെങ്കിൽ കൂടിയും നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ മെന്റലി സ്റ്റേബിൾ ആവില്ല. നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവാം, ടെൻഷൻ ഉണ്ടാകാം, കുറെ അധികം കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോഴും നമ്മൾ വെല്ലാണെന്ന് പറയാനായിട്ട് പറ്റില്ല, അല്ലെ? ഇനി ഫിസിക്കലി ഫിറ്റ് ആണ്, മെന്റലി ഫിറ്റ് ആണ്, ഓക്കെ ആണെന്ന് പറയാൻ പറ്റുമോ? സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾക്ക് വെല്ലാണെന്ന് പറയാനായിട്ട് പറ്റില്ല. ഫിസിക്കലി നമ്മൾ ഓക്കെയാണ്, മെന്റലി ഓക്കെ ആണെന്ന് വിചാരിക്കുക, പക്ഷെ ആളുകളോട് മിണ്ടുന്നില്ല, വെല്ലാണെന്ന് പറയാൻ പറ്റുമോ? ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കില്ല അയാൾ കഴിയുന്നേ. അപ്പൊ 3 കാര്യങ്ങളാണ്: ഫിസിക്കലി ഫിറ്റ് ആവണം, മെന്റലി ഫിറ്റ്നസ് ഉണ്ടാകണം, സോഷ്യൽ ഇന്ററാക്ഷനും വേണം. ഈ 3 കാര്യങ്ങളും ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹം വെല്ലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. ഓക്കെ, മനുഷ്യൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സുഖം, സമാധാനം, സന്തോഷം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് മനുഷ്യന് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവിക്കാൻ പറ്റും, ഏതൊരാൾക്കും ജീവിക്കാനായിട്ട് പറ്റും, പക്ഷെ സന്തോഷകരമായിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കുമ്പോ, അല്ലെ? അപ്പോ ഈ 3 കാര്യങ്ങൾ കൂടിയാലാണ് നമുക്കത് കിട്ടുക. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചാൽ കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്ക് വെൽനസ്, നമ്മൾക്ക് എന്താ പറയാ, വെൽനസുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങനെ നമുക്ക് വെൽനസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്താ പറയാ വെൽനസ് എങ്ങനെ കീപ്പ് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അത് പ്രാവർത്തികമാക്കാം നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്യാനുണ്ട്. അതായത് നമുക്ക് പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താണ് പോസിറ്റീവ് ഇമോഷൻസ്? അതായത് മറ്റുള്ളവരെ സ്നേഹിക്കുക, ഓക്കെ, സ്നേഹം കൊടുക്കുക, പിന്നെ അതുപോലെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക ജീവിതത്തില്, പിന്നെ ഇഷ്ടപ്പെട്ട ചില ആളുകളോട് മിങ്കിൾ ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളോട് നിങ്ങൾ സംസാരിക്കുക, അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടാവും മനസ്സിന്. ടെൻഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ഒന്ന് ഒഴിഞ്ഞു പോകും. ഓക്കെ, ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുക, മിണ്ടാതിരിക്കരുത്, മിങ്കിൾ ചെയ്യുക, പരമാവധി സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പോവുക, നമുക്ക് ഇഷ്ടപ്പെട്ട ചില സ്ഥലങ്ങളിൽ പോവുക. നമുക്കറിയാം, നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട്, അല്ലെ? ടെമ്പിളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്, അല്ലെ? വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെ? അതുപോലെ ചർച്ചിൽ പോകുമ്പോൾ കിട്ടാറുണ്ട്, മോസ്കുകളിൽ പോകുമ്പോൾ കിട്ടാറുണ്ട്, അല്ലെ? അപ്പൊ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾക്ക് പോസിറ്റിവിറ്റി കിട്ടും. ഓക്കെ, അത് നമ്മുടെ വെൽനസ് കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. നമ്മൾ ടൈം നോക്കില്ല അവിടെ. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ് നിങ്ങൾ ചെയ്യുവാണെന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര പാഷനാണ് ഡാൻസ് എന്ന് പറഞ്ഞാല്, ആ ഡാൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. നിങ്ങൾ സമയമൊന്നും നോക്കുന്നില്ല. ഇപ്പൊ 1 മണിക്കൂറാണ് നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാനുള്ള സമയമെങ്കിൽ കൂടിയും നിങ്ങൾ ചിലപ്പോ 1.25 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ ആ ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്? ടൈം അവിടെ ഒരു വിഷയമേ അല്ല. നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നോ അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്.
പിന്നെ അതുപോലെ തന്നെ ചില നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, നല്ല നല്ല ബന്ധങ്ങൾ, റിലേഷൻഷിപ്പുകൾ. ഓക്കെ, നല്ല അപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പാരന്റ്സും ചിൽഡ്രൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമുക്ക് എന്തും ഒരാളോട് തുറന്നു പറയാൻ സാധിക്കണം, അല്ലെ? ഇപ്പൊ കുറേയധികം ഫ്രണ്ട്സ് ഉള്ളവരുണ്ടാവും, വളരെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളവരുണ്ടാകും. പക്ഷെ ഏറ്റവും നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് എപ്പോഴും വളരെ നമ്മളോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയോടായിരിക്കും. ആണോ? ഓപ്പൺ ആയിട്ട് പറയാറുണ്ടോ? പറയാറുണ്ട് അല്ലെ? വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട് അല്ലെ നമ്മുടെ ജീവിതത്തില്. അപ്പൊ നല്ല ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അതായത് നല്ല ബന്ധങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ്. നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അച്ചീവ്മെന്റ് ഉണ്ടാവുള്ളൂ, അല്ലെ? നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷനിൽ ഇരിക്കുന്ന വ്യക്തിയോട് നമ്മൾക്ക് എന്തും ഓപ്പൺ ആയിട്ട് പറയാം. നമ്മുടെ ലൈഫിന്റെ സജഷൻസ് ചോദിക്കാം, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. നമുക്കറിയാം ചില വ്യക്തികൾ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ലൈഫ് മൊത്തമേ ചേഞ്ച് ആകും. എക്സ്പീരിയൻസ് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ മിഥുന? ഉണ്ട്. ഞാന് ആദ്യം ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോ ഹസ്ബൻഡ് വന്നതിന് ശേഷം ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ ആദ്യം ആരുമായിട്ടും അങ്ങനെ മിങ്കിൾ ചെയ്യില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. ഒരു റൂമിനകത്ത് അടഞ്ഞ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. ഇപ്പൊ പിന്നെ എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ലി സംസാരിച്ച് ഇപ്പൊ ഡാൻസിന് പോകുന്നുണ്ട്, എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ്. പിന്നെ ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ ബലം. അതെ അല്ലേ? അതായത് ഒരു ഹെൽത്തി റിലേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ബാഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലട്ടോ ഞാൻ പറയുന്നത്, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. അത് നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ കൂടുതൽ കാര്യങ്ങൾ നേടാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിറവേറ്റാനായിട്ട് അത് സഹായിക്കും. അപ്പൊ എപ്പോഴും നല്ല റിലേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത്യാവശ്യമാണ്. നമ്മളെ തന്നെ മാറ്റിമറിക്കാനായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിന് സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല റിലേഷൻസ് തിരഞ്ഞെടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കുക, ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? വെറുതെ ജനിച്ചു കുറെ കാലം ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ അതിനുശേഷം മരിച്ചു, അല്ലെ? അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, അല്ലെ? എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവണം നമ്മുടെ ലൈഫിൽ. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്ന കാര്യം എന്താണോ അത് നിറവേറ്റാനായിട്ട് സാധിക്കണം. ഒരു ഉദ്ദേശത്തോടു കൂടി വേണം നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർഡർ ഉണ്ടാകണം. ചിലവരുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ഓർഡർ തെറ്റിയായിരിക്കും കിടക്കുന്നത്, ഡിസോർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷെ നമ്മളത് ഓർഡർ ആക്കി എടുക്കണം. വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഓരോ ദിവസവും ഉറക്കത്തിൽ നിന്ന് എണീക്കേണ്ടത്. ഇന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്ത് തീർക്കാം, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാം. വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എന്തുണ്ടായിരിക്കണം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അത് വെൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും, അല്ലെ? നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, അംഗീകാരങ്ങൾ കിട്ടുവാണെങ്കിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നിങ്ങൾ മതിമറന്ന് എന്താ പറയാ, സന്തോഷിക്കാറുണ്ട്, അല്ലെ? ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സന്തോഷം വരുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെ? ചിലപ്പോൾ ജോലി കിട്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ല മാർക്ക് മേടിച്ചിട്ടായിരിക്കാം എക്സാമില്, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ കുറെ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം നമ്മൾ എയിം ചെയ്തിട്ടായിരിക്കാം. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് സന്തോഷം അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സന്തോഷം കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വെല്ലാവെന്ന് പറയാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പോ സുഖം, സമാധാനം, സന്തോഷം, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണ്, നമ്മൾ മെന്റലി നമ്മൾ ഓക്കെ ആണ്, നമ്മൾക്ക് നല്ല ജോലി ഉണ്ട്, നമ്മൾ എന്താ പറയാ, അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകളാണെങ്കിൽ നല്ല കോളേജിൽ പഠിക്കുന്നു, ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നല്ല കമ്പനിയിൽ ജോലി ചെയ്യുന്നു,
എല്ലായിടത്തും നമ്മൾ കംഫർട്ടബിൾ ആണ്. പക്ഷെ വീട്ടിൽ വന്നാല് വീട്ടുകാരുമായിട്ട് വഴക്കാണ്. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ സമാധാനത്തോടെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുമോ? അല്ലെ, ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഇങ്ങനെയുള്ളവരുണ്ട്. അവര് പുറത്തുനിന്ന് നോക്കുമ്പോ അവന് നല്ല ജോലിയുണ്ട്, അല്ലെങ്കിൽ അവന് നല്ല കാറുണ്ട്, നല്ല വീടുണ്ട്, കാണാനും നല്ലതാ, നല്ല മാർക്കോട് കൂടിയിട്ടാണ് എക്സാം ഒക്കെ പാസ്സായത്. പക്ഷെ ആ വ്യക്തിക്ക് വീട്ടിൽ ചെല്ലുമ്പോ മനസ്സമാധാനം എന്നൊന്ന് ഉണ്ടാവണം എന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കത് വെല്ലല്ല എന്നാണ് പറയാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി ഈ വെൽനെസ്സുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം എന്ന് വെച്ചാല് ക്ലൈമറ്റ് വെൽനെസ് ആണ്. ക്ലൈമറ്റ് വെൽനെസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഇപ്പൊ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ക്ലൈമറ്റ് വെൽനെസ്? ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ക്ലൈമറ്റ്? ഈ ക്ലൈമറ്റ് വെൽനെസ്സുമായിട്ട് എങ്ങനെയാണ് കണക്ട് ആവുന്നത്? ചിന്തിച്ചു നോക്കിയേ. മിതമായ ചൂടുണ്ടെങ്കിൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവൂലേ? അതാണ് ടംസീന പറഞ്ഞത്, കറക്റ്റ് ആണ്. അതായത് ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ വളരെയധികം ഡിസ്റ്റർബഡ് ആണ്. അപ്പൊ നമ്മൾ വെല്ലല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഈ സമയം തുടക്കമാണ് അല്ലെ, മാർച്ചൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ചൂട് തുടങ്ങും അല്ലെ. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്, നമ്മൾ വീട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസിലായിക്കോട്ടെ, അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തായിക്കോട്ടെ, നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചൂട് അനുഭവപ്പെടുവാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും, ഡിസ്റ്റർബഡ് ആവും അല്ലെ. ആ സമയത്ത് നമ്മൾ വെല്ലല്ല. ദാറ്റ് ഈസ് ക്ലൈമറ്റ് വെൽനെസ് അല്ലെ. അതുപോലെ തന്നെ ചില എന്താ പറയാ തണുപ്പ് കൂടിയിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട് അല്ലെ, സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള ചില കൺട്രീസ് ഉണ്ട്. അവിടെ തണുപ്പ് കൂടുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാല് വെല്ലല്ല. കാരണം അവർക്ക് അവിടെ ഡിസ്റ്റർബൻസ് ആണ് വരുന്നത്. അപ്പൊ അവരത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ തണുപ്പിനെ അവര് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് അല്ലെ. അങ്ങനെയൊക്കെയാണ് അവര് ജീവിച്ചു പോരുന്നത്. അപ്പോ ഇത്തരത്തിൽ, അതുപോലെ തന്നെ സാമ്പത്തികം, നമ്മുടെ കയ്യിൽ എന്താ പറയാ പൈസ നമ്മുടെ കയ്യിൽ എടുക്കാനില്ലെന്ന് വിചാരിക്കുക, നമുക്ക് വെല്ലാണെന്ന് പറയാൻ പറ്റും. നമുക്ക് ആ സമയത്ത് നമ്മുടെ വെൽനെസ് അവിടെ നഷ്ടപ്പെടും, പൈസ എടുക്കാൻ കയ്യിലില്ലെങ്കിൽ. നിങ്ങൾക്ക് പല സമയത്തും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്വന്തമായിട്ട് പൈസ കയ്യിലില്ല, അതിനോട് ചോദിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അച്ഛനമ്മമാരോട് ചോദിക്കേണ്ടി വരുന്നു. അപ്പൊ നമ്മുടെ വെൽനെസ് അവിടെ നഷ്ടപ്പെടുന്നു അല്ലെ. അങ്ങനെ പല രീതിയിലും. അപ്പൊ എൻവയൺമെന്റ്, നമ്മുടെ ചുറ്റുപാട്, അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതി, അല്ലെങ്കിൽ നമ്മുടെ എൻവയൺമെന്റ് ഒക്കെ ഈ വെൽനെസ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ പറഞ്ഞത്? എല്ലാവർക്കും ക്ലിയർ ആയി? അപ്പോ ഒന്ന് ഓർക്കുക, നമുക്ക് എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനൊന്നും സാധിക്കുകയൊന്നുമില്ല എല്ലാ കാലത്തും. പക്ഷെ നമ്മളെ കൊണ്ട്, നമ്മൾ ജീവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ തേടി വരും. നമ്മുടെ കർമ്മം ചെയ്തു കഴിഞ്ഞാല് നമ്മളെ തേടി നമുക്ക് തരാനുള്ളത് ഈശ്വരൻ തരും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം, വെറുതെ ഇരിക്കാനായിട്ട് പാടില്ല. ഓക്കെ, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്ത് തീർക്കുക. നിങ്ങൾക്ക് എന്തിനാണോ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് എന്തിനാണോ എബിലിറ്റി ഉള്ളത്, ആ കാര്യം ചെയ്ത് തീർക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് അത് കാലം, നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരും എന്നാ പറയാം. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു ഇൻട്രൊഡക്ഷന്റെ പാട്ടാണ് ഇത് ഇത്രയും +3 ക്ലാസ്സുകളിലായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു തീർത്തിട്ടുള്ളത്. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ മൈൻഡ് ചെയ്തോട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു മിസ്. ഇതിനോട്ട് ഞാനാണ്. ഗുഡ് ആഫ്റ്റർനൂൺ അശ്വതി മിസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. എന്റെ പേര് ധന്യ രഞ്ജിത്ത്. ഞാനിന്ന് ഇവിടെ സൈൻ ഔട്ട് പറയാനാണ് വന്നിരിക്കുന്നത്. വെൽനെസിനെ കുറിച്ചാണ് മിസ് ഇന്ന് ക്ലാസ് എടുത്തുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അശ്വതി മിസ്സിനും പിന്നെ ക്ലാസ് കേട്ടിരുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാണാം. ബൈ. അടുത്ത വ്യാഴാഴ്ച കാണാം കേട്ടോ.
താങ്ക് യു മാം. താങ്ക് യു.